ഇനി നമുക്ക് പഠിക്കാനുള്ളത് എപ്ലാസ്റ്റിക് അനീമിയ ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് റെഡ് സെൽസ് ഉണ്ടാകുന്നത്? ബോൺ മാരോയിലാണ്. അപ്പോൾ ബോൺ മാരോയിലുള്ള പ്രൊഡക്ഷൻ അറസ്റ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് അനീമിയ ആണിത്. ഇറ്റ്സ് ഓൾസോ ഡെഫിഷ്യൻസി ഓഫ് അതർ ഫോംഡ് എലമെന്റ്സ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്നാൽ അറ്റ് ബർത്ത് ആണ്, ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എപ്ലാസ്റ്റിക് അനീമിയ. നെക്സ്റ്റ് സെക്കൻഡറി അനീമിയ ആണ്. ഇത് ലൈഫ് ലോങ് ആയിട്ട് ഒക്കേർഡ് ആകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കോസസിൽ ഒരുപാട് പോസിബിൾ ആയിട്ടുള്ള കോസസ് ഉണ്ട്. ആദ്യത്തേത് ക്രോണിക് എക്സ്പോഷർ ടു മയോടോക്സിക് ഏജന്റ് ആണ്. അതായത് എന്തെങ്കിലും മൈലോടോക്സിക് ഏജന്റ് മൂലം ഉണ്ടാകുന്ന ക്രോണിക് എക്സ്പോഷർ. പിന്നെ വരുന്നത് വൈറസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അലർജിക് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇനി നോക്കിയാൽ ഇതിൻ്റെ ഡെഫിനിറ്റ് ഡയഗ്നോസിസ് എന്നാൽ ബോൺ മാരോ ആസ്പിറേഷൻ ആണ്. ഇത് നോക്കിയാൽ റെഡ് ബോൺ മാരോയിൽ ഫാറ്റി എന്നത് ബോൺ മാരോ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അസസ്മെൻറ്റിൽ മെയിൻ ആയിട്ടുള്ളത് പ്ലാസ്റ്റിയോഫീനിയയാണ്. അതായത് എല്ലാ ടൈപ്പ് ഓഫ് സെൽസും ഇതിലുള്ള റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ ട്രോപ്സൈറ്റ്സ് എല്ലാത്തിൻ്റെയും ഡെഫിഷ്യൻസിയാണ്. ഇനി നമ്മുടെ ബോഡിയിലുള്ള മാനുഫാക്ചറേഷൻസ് നോക്കിയാൽ ഫെച്ചിയ, പിന്നെ പാർത്തുറ, ബ്ലീഡിങ്, പിന്നെ ഫാറ്റിക്, പാലിയ വീക്ക്നെസ്, ടെക്കിക്കാർഡിയ, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ബോൺ മാരോ ഫങ്ഷൻസ് പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നതാണ്. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ. ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അടുത്തത് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പീസ് കൊടുക്കാറുണ്ട്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് സപ്രസ് ചെയ്യാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് അത് നൽകുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു സ്യൂട്ടബിൾ ഡോണറിനായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയിരിക്കണം. പിന്നെ കൊളോണി സ്റ്റിമുലേഷൻ ഫാക്ടർ കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ബോൺ മാരോയിലുള്ള ബ്ലഡ് സെൽസ് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ കൊളോണൈ സ്റ്റിമുലൈസേഷൻ ഫാക്ടർ നൽകുന്നത്. പിന്നെ നമ്മൾ നൽകുന്നത് ക്രോട്ടീസോ സ്റ്റെറോയിഡിക് ഫാക്ടേഴ്സ് ആൻഡ് സൈക്ലോസ്റ്റീരിയോട്ടിക് നൽകാറുണ്ട്. ചില കേസസിൽ ബ്ലഡ് ട്രാൻസ്മിഷൻസ് നൽകാറുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ നന്നായി മോണിറ്റർ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.